ആര്? ഇളയച്ചൻ. അല്ലാതാരാ? എന്തിനാ വീട്ടിൽ കയറ്റിയത്? എടി പതുക്കെ. എന്തിനാ പതുക്കെ ആക്കുന്നത്? അറിയാത്തവരാരും ഇല്ല. ഏതായാലും ഈ ഓണത്തിന് സകല ത്രില്ലും പോയി. അത് പറഞ്ഞാ മതി. ഇത് ഞാൻ മാളൂട്ടിക്ക് തരാനായി കൊണ്ടുവന്ന ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. എന്നാലും എന്റെ വക ചെറിയൊരു ഓണസമ്മാനം വേണ്ട വഴിക്ക് ഗുരുവായൂർക്ക് വാങ്ങിയതാ. ശരിയാണ് കോമൽ പറഞ്ഞത്. എല്ലാം മാറിയിരിക്കുന്നു. നാടും വീടും ഏട്ടനും ഏടത്തിയും എല്ലാം ഒക്കെ തോന്നലാണെന്ന് സമ്മതിച്ചാലും ഒരു ചോദ്യം മാത്രം പിന്നെ മാളു അവളെന്തേ ഇങ്ങനെ? മാറ്റം പ്രകൃതി നിയമമാണെങ്കിലും സ്നേഹത്തിനും അത് ബാധകമാകും. അറിയില്ല, അറിയണമെന്ന് ആഗ്രഹമില്ല. ഒരു മാത്ര കൂടിയുള്ള ഈ തിരുനാടകത്തിൽ ഹൃദയബന്ധങ്ങൾക്ക് ഇനി എന്ത് പ്രസക്തി? പണ്ടൊക്കെ ഓണമെന്ന് പറഞ്ഞാൽ എന്ത് രസമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം റെഡിമെയ്ഡ് ആയില്ലേ. ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന് കരുതി തന്നെയാണ് ഓണത്തിന് അവധി ഒപ്പിച്ചു വന്നത്. നീ ഇവിടെ എത്തിയപ്പോ അതിലും സന്തോഷമായി. പക്ഷേ എല്ലാം വെള്ളത്തിലായില്ലേ. സാരമില്ലടാ, നമുക്കിനി മറ്റൊരു ഓണത്തിന് കാണാം. സമയമേറെയായി. പോട്ടടാ, കാലത്ത് 8 മണിക്കാ ഫ്ലൈറ്റ്. അപ്പോ ഇനി നമ്മൾ കാണില്ല അല്ലേ? ഇല്ലടാ, ഞാനിപ്പോ തന്നെ അളിയന്റെ വീട്ടിലേക്ക് പോകും. അവിടുന്ന് ആകുമ്പോ രാവിലെ പുറപ്പെടാൻ എളുപ്പമുണ്ടല്ലോ. അപ്പൊ ശരി, പോട്ടടാ, ഗുഡ് ബൈ. നീ ഇവിടെ ഇരിക്കാണോ? വാ, അത്താഴം ഉണ്ടേ. എനിക്ക് വിശപ്പില്ലേട്ടാ. സാരമില്ല, ഉത്തരാടായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്ക. പാലക്കാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാം നിന്നെ കാത്തിരിക്കുക. വാ. അനന്തേട്ടന് ചമ്മല ഇക്കാലത്ത് ചെയ്യുന്ന ഒരു ശ്രമിക്കല്ലേ? നിനക്ക് ശ്രമിച്ചു നോക്കാൻ മേലായിരുന്നോ? അതിനെ പറ്റി എനിക്ക് കേട്ടിട്ടുണ്ട്. ഈ കാലത്ത് മോഷണം കൊലപാതകം ചവിട്ടോ ഭക്ഷണം വല്ല പീടുന്നായിരുന്നു നോക്കായിരുന്നു അല്ലടാ ഡാഡി. എവിടെ നോക്കിയായിരുന്നു നടക്കുന്നത്? എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അച്ഛൻ കണ്ടല്ലേ ഇയാൾ കട്ടിയത്? ഇയാളോ? വിളിക്കണ ഇളയച്ചനെന്ന് വിളിക്കാൻ. പിന്നെ കണ്ട കള്ളനും തെമ്മാടിയൊക്കെ ഇളയച്ചാന്ന് വിളിക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. നീ വിളിക്കില്ല അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ വിളിപ്പിക്കും. വിളിക്കടി ഇളയച്ചാന്ന്. ഇല്ല, ഞാൻ വിളിക്കില്ല. എന്താ വിളിക്ക? വിട് വിട് കേട്ടോ. എന്താ ഈ കാണിക്കണേ? മിണ്ടരുത്. നീ ഒറ്റ ഇവളെ വഷളാക്കിയത്. അകത്തു പോ. എന്താ ഏട്ടാ ഇതൊക്കെ? സാരമില്ലടാ, നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. ഇല്ലേട്ടാ. ഇല്ല, ഒന്നാലും ഞാൻ വിളിക്കില്ല. അവൻ കള്ളനായാള്. അച്ഛനെ പോലും മാളു, നീ മിണ്ടാതിരിക്ക്. മേടിച്ചു എന്റെ കയ്യിൽ. അഹങ്കാരി, കൊല്ലും ഞാൻ. മാറി നിൽക്ക്. മോളെ ഒന്നും ചെയ്യരുത്.
എന്താ വാസുവേട്ടായിരുന്നു? പോട്ടെ, നല്ലൊരു ദിവസമായിട്ട്. നിങ്ങൾക്കൊക്കെ അവൻ കള്ളനും തെമ്മാടിയുമാണ്. പക്ഷെ അവൻ എനിക്ക് ദൈവമാണ്, ദൈവം. അറിമോ, അവൻ ഒരുത്തനില്ലായിരുന്നെങ്കിൽ രാജകുമാരിയെ പോലെ വാഴുന്ന എന്റെ മോളിപ്പോ ഒരു കള്ളന്റെ മകളായി ഇതിലെ തെണ്ടി നടന്നേനെ. മനസ്സിലായില്ല അല്ലേ? അന്ന് തറവാട്ടമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ചത് കള്ളൻ എല്ലാവരും കരുതുന്ന അനന്തനല്ല, ഈ ഞാനാണ്. അവൻ കുറ്റം സമ്മതിച്ചതാണ്. അന്ന് അവൻ എനിക്കും ഈ കുടുംബത്തിനും വേണ്ടി അവന്റെ ജീവിതം മണയം വെച്ചതാണ്. 8 വർഷത്തിന് ശേഷം അവൻ തിരികെ വന്നപ്പോ അവൻ എല്ലാവർക്കും ഒരു ഭാരമായി. സ്വന്തം വീട്ടിൽ വലിഞ്ഞു കയറി വന്നവനെ ഇതൊക്കെ എത്രയെന്ന് വെച്ചാ സഹിക്കുക? ഞാൻ അവന്റെ ഏട്ടനല്ലേ?